എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് 3 ക്ലാസ്സുകളിലും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതിന് എനിക്ക് അവാർഡ് കിട്ടുകയുണ്ടായി. കാരണം ഈ 3 ക്ലാസ്സിലും ഞാൻ നന്നായി പഠിച്ചിരുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു അനുഭവം എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള സ്കൂൾ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ സ്കൂളുകളിലും സ്കൂൾ പാർലമെൻറ്റ് നടക്കാറുണ്ട്. അതുപോലെ ഞാൻ പഠിച്ച സ്കൂളിലും ഒരു സ്കൂൾ പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. സ്കൂൾ ലീഡറായിരിക്കും പ്രധാനമന്ത്രി, ക്ലാസ് ലീഡർമാരെല്ലാം മന്ത്രിമാരായിരിക്കും. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളായതിനാൽ ഹോസ്റ്റൽ ലീഡർ പ്രതിപക്ഷ നേതാവായിരിക്കും. മറ്റു പ്രതിപക്ഷ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുമായിരുന്നു. ഇതെല്ലാം പത്രവായന ഹാളുണ്ട്. ആ ഹാളിൽ വെച്ചാണ് മന്ത്രിമാരെയും സ്കൂൾ ലീഡറെയും പ്രതിപക്ഷ അംഗങ്ങളെയും പ്രതിപക്ഷ നേതാവിനെയും എല്ലാം തിരഞ്ഞെടുത്തിരുന്നത്. അന്നൊരു ആഘോഷ ദിനമായിരിക്കും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രിയെക്കുറിച്ച് കുട്ടികൾക്ക് ധാരണയുണ്ട്, സ്കൂൾ ലീഡർ ആയിരിക്കും. മറ്റു മന്ത്രിമാരെക്കുറിച്ചും ഏകദേശം ഒരു ധാരണയുണ്ട്. പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചും ധാരണകൾ ഉണ്ടാകും. എന്നാൽ പ്രതിപക്ഷ അംഗങ്ങൾ ആരൊക്കെയായിരിക്കുമെന്ന് ആർക്കും വലിയ ധാരണ ഉണ്ടാവില്ല. അത് കൃത്യമായ തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുകയും ചെയ്യും. 5 മണിക്ക് ശേഷമാണ് സ്കൂൾ പാർലമെൻറ്റ് നടക്കാറുള്ളത്. പത്രവായന കഴിഞ്ഞതിന് ശേഷം മാസത്തിൽ 2 തവണ സ്കൂൾ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടും. ചൂടേറിയ ചർച്ചകൾ ഈ പാർലമെന്റിൽ നടക്കാറുണ്ട്. എല്ലാവരും ഹോസ്റ്റൽ താമസിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഹോസ്റ്റലിന്റെ പ്രശ്നങ്ങൾ, ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ, വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ടൂറുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ വ്യത്യസ്തമായ ചർച്ചകൾ ഈ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരും. പലപ്പോഴും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും മറ്റു അംഗങ്ങളും ശക്തമായ വാദപ്രതിവാദങ്ങളും ഈ സമ്മേളനങ്ങളിൽ, ഈ പാർലമെന്റിൽ നടക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ പലപ്പോഴും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാറുണ്ട്. അത്രയും ശക്തമായ വാദപ്രതിവാദങ്ങളൊക്കെ ഈ പാർലമെൻറ്റിൽ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു അസംബ്ലിയിൽ എന്തെല്ലാം നടക്കുമോ അതെല്ലാം ഈ ഒരു സ്കൂൾ പാർലമെൻറ്റിലും ഞങ്ങൾ നടത്തിയിരുന്നു. അസംബ്ലിയുടെ ഒരു ചെറിയ രൂപമായിരുന്നു ഞങ്ങളുടെ സ്കൂൾ പാർലമെൻറ്റ്. ഇത് കാണാൻ മറ്റു കുട്ടികളും അധ്യാപകരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതും ഏറ്റവും നല്ല അനുഭവമായിരുന്നു. ഇതുപോലെ മറ്റൊന്നായിരുന്നു ഞാൻ ഓർക്കുന്ന മറ്റൊരു അനുഭവമാണ് ഭിന്നശേഷി ദിനം, ഡിസംബർ 3. ഈ ഡിസംബർ 3 ഒരു പ്രോഗ്രാമിന് 15 ദിവസം മുമ്പേ ഞങ്ങളെല്ലാവരും തയ്യാറാകും. കാരണം ഡിസംബർ 3 സാമൂഹ്യക്ഷേമ വകുപ്പ് നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അത് കായിക മത്സരമായിരിക്കും. മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് നടത്തുന്ന കായിക മത്സരം. ഇത് ജില്ലാ മത്സരം കൂടിയാണ്. വ്യത്യസ്ത സ്കൂളുകൾ തമ്മിലുള്ള മത്സരം കൂടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 15 ദിവസം മുമ്പേ ഞങ്ങൾ സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യും. സ്കൂളിൻ്റെ ഓഫീസിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കുറേ മണലുകൾ പിരിച്ച് ലോങ് ജമ്പിങ്ങും അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ ഓട്ടവും ഡിസ്കസ് ത്രോ, ഇങ്ങനെ വ്യത്യസ്തമായ സ്പോർട്സ് ഐറ്റംസ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഞാൻ പലപ്പോഴും പങ്കെടുക്കാറുള്ളത് ലോങ് ജമ്പിലാണ്. മിക്കവാറും കുട്ടികൾ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ പങ്കെടുക്കും. സ്കൂളിൻ്റെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ എവിടെ വെച്ചാണോ പ്രോഗ്രാം നടക്കുന്നത് അവിടെ പോകും, സ്പോർട്സിൽ പങ്കെടുക്കുകയും ചെയ്യും. പോയിന്റ് കിട്ടുന്നതും ട്രോഫി കിട്ടുന്നതും ഞങ്ങളുടെ സ്കൂളിനായിരിക്കും. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് ഞങ്ങളുടെ സ്കൂളാണ്. അതുമാത്രമല്ല ഒട്ടുമിക്ക കുട്ടികളും പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്യും. ആ ട്രോഫിയും കൊണ്ടുള്ള വരവുണ്ട്. മുദ്രാവാക്യം വിളിച്ചും വളരെ ആഘോഷത്തോടു കൂടി വരുന്ന വരവ് ഇപ്പോഴും ഞാനിങ്ങനെ ഓർക്കുകയാണ്. പലതും എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തത്രയും അനുഭവങ്ങൾ ഉള്ള ഒന്നായതുകൊണ്ട് തന്നെ വാക്കുകൾ വരുന്നില്ല. അത്രയും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു ഇതെല്ലാം. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്ന ഒരു സ്കൂളായിരുന്നു അത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ഏക്കർ പരന്നു കിടക്കുന്ന ക്യാമ്പസിന് നല്ലൊരു ഭാഗവും പുല്ലും കാടും നിറഞ്ഞതാണ്. ശനി ഞായർ ദിവസങ്ങളിൽ സ്കൂൾ ഉണ്ടാവാറില്ല. ഞങ്ങളെന്ത് ചെയ്യും, ഈ കാടുകളിലൂടെയൊക്കെ നടന്ന് വ്യത്യസ്ത കാഴ്ചകൾ കണ്ടും പക്ഷികളെ കണ്ടും ഞങ്ങളിങ്ങനെ നടക്കും. ഈ കൂട്ടത്തിൽ ഒട്ടും കാഴ്ചയില്ലാത്തവരുണ്ട്, എന്നാൽ ഭാഗികമായി കാണുന്ന ആളുകളുണ്ട്. കുറച്ച് കാണുന്ന ആളുകളാണ് പലപ്പോഴും ഈ ഒട്ടും കാഴ്ചയില്ലാത്ത ആളുകളെ ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതും. ഇത്രയും മനോഹരമായ ഒരു ക്യാമ്പസ് ആയിരുന്നു അന്ന്. ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന ചില പരിമിതികളൊക്കെ ഈ സ്ഥാപനത്തിലെ ഹോസ്റ്റലിലും ഉണ്ടായിരുന്നു.